ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരൻ, ശാന്തനായ ഒരു അച്ഛൻ, എല്ലാവരുടെയും മുന്നിൽ അപമാനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. പക്ഷേ ആ സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ വർഷങ്ങളായി മറഞ്ഞുകിടക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഏജന്റ് കിം റീആക്ടിവേറ്റഡ് എന്ന കൊറിയൻ ആക്ഷൻ ത്രില്ലർ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇനി വിശദമായി നോക്കാം. എപ്പിസോഡ് 1 ആദ്യം കാണിക്കുന്നത് തന്നെ നമ്മുടെ നായകനായ മിസ്റ്റർ കിം ജോലി കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ആ ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഒരു ഗുണ്ട അവൻ സിഗരറ്റ് വലിച്ചതിന് ശേഷം നമ്മുടെ കിമ്മിൻ്റെ പുറത്തേക്ക് അത് തട്ടിക്കളയുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ മിസ്റ്റർ കിം വീട്ടിലേക്ക് വീണ്ടും നടക്കുകയാണ്. ആ ടൈമിലാണ് ഈ ഗുണ്ട വീണ്ടും വന്ന് നമ്മുടെ കിമ്മിനെ വണ്ടി ഇടിക്കുകയും അതിനുശേഷം കിമ്മിനോട് തട്ടി കയറുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ പോലും മിസ്റ്റർ കിം അവരോട് ഒന്നും പറയാതെ നടന്നു പോവുകയാണ്. വീണ്ടും ആ ഗുണ്ടകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അവസാനം മർദ്ദിച്ചു പോകുകയും ചെയ്യുന്നു. ഇതെല്ലാം സമീപത്തെ CCTV ക്യാമറകളിൽ പതിയുന്നുണ്ട്. കിമ്മിൻ്റെ വീടിനടുത്ത് വെച്ചാണ് ഈ ഗുണ്ടകളെല്ലാം ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഇതെല്ലാം കിമ്മിൻ്റെ അയൽക്കാരനായ ആ ഡ്രൈ ക്ലീനിങ് ഉടമ കാണുന്നുണ്ട്. പക്ഷേ ആ ഗുണ്ടകളെ നേരിടാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. അങ്ങനെ കിം ഇതെല്ലാം കഴിഞ്ഞ് അവരോട് സോറിയും പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മിസ്റ്റർ കിം തൻ്റെ മകൾ മിൻജിയോടൊപ്പമാണ് താമസിക്കുന്നത്. ഭാര്യ മരിച്ചതിനാൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് മകളെ വളർത്തുന്നത്. അവൾക്ക് കുക്ക് ചെയ്ത് കൊടുക്കുന്നതും അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും നമ്മുടെ കിമ്മാണ്. അവളുടെ യൂണിഫോം അയൺ ചെയ്ത് വെക്കുന്നതും രാവിലെ അവളെ സ്കൂളിൽ പോകാൻ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതും എല്ലാം കിമ്മാണ്. സ്കൂളിലേക്ക് മിൻജി പോയതിനു ശേഷം അവളെ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ മിൻജിയുടെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ നമ്പർ കിം ചോദിക്കുന്നു. അങ്ങനെ മിൻജി അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ നമ്പർ അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന സീൻ, മിൻജി രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ മിസ്റ്റർ കിമ്മിനെ മർദ്ദിക്കുന്നത് കണ്ട് ഡ്രൈ ക്ലീനിങ് കടയുടെ ഉടമ അവളെ കാണുന്നു. തലേ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് അവളോട് പറയാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും അറിഞ്ഞില്ല എന്ന കാരണത്താൽ ആ ടോപ്പിക്ക് ഒഴിവാക്കി അവളുടെ സ്കൂൾ യൂണിഫോം നന്നായി ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷേ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ബസ് വന്നെന്നും പറഞ്ഞ് അവൾ ബസ്സിൽ കയറി പോകുന്നു. ബസ് വന്ന് നിന്നപ്പോൾ മിൻജി ഒരു ബോയിനെ ഇഷ്ടത്തോടെ നോക്കുന്നതും കാണിക്കുന്നുണ്ട്. അതേസമയം മിസ്റ്റർ കിം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. ആ ടൈമിലാണ് ആ ഡ്രൈ ക്ലീനിങ് ഉടമ മിസ്റ്റർ കിമ്മിനോട് വന്ന് സാറിൻ്റെ സ്യൂട്ടെല്ലാം ഞാൻ ഇസ്ത്രിയാക്കി ശരിയാക്കി തരാമെന്നെല്ലാം പറയുന്നു. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മിസ്റ്റർ കിമ്മും ബസ്സിൽ കയറി പോകുന്നു. ആ ടൈമിലാണ് മിൻജി യാത്ര ചെയ്യുന്ന ബസ് ഒരു സൈക്കിൾ യാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നു. അവൾ തെന്നി വീഴുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയ ആൺകുട്ടിയുടെ കൈകളിലേക്കാണ് വീഴുന്നത്. കിമ്മിൻ്റെ ബസ്സും തിരക്കേറിയതാണെങ്കിലും അദ്ദേഹം ജോലി ചെയ്യുന്ന സാങ്സാങ് സേവിങ്സ് ബാങ്കിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. അവിടെ കണക്കുകളെല്ലാം പരിശോധിച്ചപ്പോൾ തൻ്റെ മേലധികാരിയുടെ ചിലവ് കണക്കുകളിൽ ചില ക്രമക്കേടുകൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ഇത് അയാളോട് പറയുന്നുണ്ടെങ്കിലും മേലധികാരി കിമ്മിനെ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ മിസ്റ്റർ കിമ്മിന് തലേദിവസം ഗുണ്ടകളിൽ നിന്ന് മർദ്ദനമേറ്റതോർത്ത് അദ്ദേഹം സ്വയം രക്ഷയ്ക്കുള്ള ഉപകരണങ്ങൾ നെറ്റിലിങ്ങനെ അന്വേഷിക്കുകയാണ്. ആ ടൈമിലാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായ സാങ്ങ അങ്ങോട്ട് വരുന്നത്. ആ ടൈമിൽ മിസ്റ്റർ കിം സാങ്ങയോട് പറയുന്നുണ്ട്, എൻ്റെ മകളുടെ ജന്മദിനം വരാൻ പോവുകയാണ്. ആ ടൈമിൽ അവൾക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങാൻ സഹായിക്കണമെന്ന് അവളുടെ സഹപ്രവർത്തകയായ സാങ്ങയോട് കിം പറയുന്നു. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തന്നെ സഹായിക്കാമെന്ന്. അമ്മയില്ലാത്ത മകളായോണ്ട് എനിക്ക് അവളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയാൻ കഴിയില്ല എന്നും അതിന് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും സാങ്ങയോട് മിസ്റ്റർ കിം പറയുന്നു. ഇനി കാണിക്കുന്ന സീൻ, മിൻജിയെ ചില പെൺകുട്ടികൾ സ്കൂളിൽ ഉപദ്രവിക്കുന്നതായിട്ടാണ്. അവളുടെ പെൻസിൽ ബോക്സ് വന്ന് തട്ടിക്കളയുകയും അവളുടെ അടുത്ത് വന്ന് നാർന്നത് പോലെ അഭിനയിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ ടൈമിലാണ് മിൻജി രാവിലെ ബസ്സിൽ വെച്ച് കണ്ട ആ ബോയ് അവളുടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അവളെ ഉപദ്രവിക്കുന്ന ആ പെൺകുട്ടികളുടെ ഫ്രണ്ടായിട്ടാണ് ഈ പയ്യൻ ഇപ്പോൾ പെരുമാറുന്നത്. പിന്നീട് മിൻജി ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ അവൾ റാഗ് ചെയ്ത കുറച്ച് വിദ്യാർത്ഥിനികളും ബാക്കി കുട്ടികളും അവിടെ പുകവലിക്കുന്നത് അവൾ കാണുന്നു. ഇതവൾ ചോദ്യം ചെയ്തതോടുകൂടി അവിടെ വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണ്. ആ റാഗിങ് ചെയ്യുന്ന പെൺകുട്ടികളുടെ തലവത്തിയായ ആ പെൺകുട്ടി വന്ന് മിൻജിയുടെ അടുത്ത് വന്ന് നിന്നിട്ട്, നിന്നെ എന്താ ഇത്ര നാറ്റം, എന്തോ ഒരു വയസ്സായ ഒരു സ്മെല്ല് പോലെ എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് മിസ്റ്റർ കിമ്മും അയാളുടെ സഹപ്രവർത്തകയായ സാങ്ങയും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ മിൻജിക്കായി ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നു. സാങ്ങ വില കൂടിയ ഒരു ടീഷർട്ട് വാങ്ങുന്നു. പക്ഷേ മിസ്റ്റർ കിമ്മിന് അത് ഒട്ടും പിടിച്ചില്ല. ഇത്രയും വില കൂടിയ ഗിഫ്റ്റ് തൻ്റെ മകൾക്ക് ഇനി കൊടുക്കണ്ട എന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷേ സാങ്ങ അയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് നല്ല വില കൂടിയ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മോൾക്കും അത് വലിയ സന്തോഷമാകുമെന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് ആ ഗിഫ്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആ ടീഷർട്ടും വാങ്ങി അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. മകൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായി വീട്ടിലെത്തിയ മിസ്റ്റർ കിം അവൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടി ആ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെക്കുകയാണ്.
ഈ ടൈമിൽ മിൻസി അവളുടെ ഡ്രസ്സ് എല്ലാം അലക്കുന്നു. അപ്പോഴാണ് അവൾ അച്ഛനോട് പറയുന്നു, ഇനി അച്ഛൻ്റെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒരുമിച്ച് അലക്കണ്ട എന്ന്. ആ റാഗിങ് ചെയ്യുന്ന പെൺകുട്ടികൾ മിൻസിയുടെ അടുത്ത് വന്ന് സ്കൂൾ യൂണിഫോം മണപ്പിച്ചിട്ട് എന്തോ ഒരു വയസ്സിൻ്റെ സ്മെല്ല് പോലെ ഉണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അത് തൻ്റെ അച്ഛൻ്റെ ഡ്രസ്സും അവളുടെ ഡ്രസ്സും ഒരുമിച്ച് അലക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നതെന്ന് കരുതിയാണ് മിൻസി അങ്ങനെ പറയുന്നത്. അച്ഛനോട് അങ്ങനെ പറയുന്നതിൽ അവൾക്ക് അതിയായ വിഷമവും ഉണ്ട്. അതിനുശേഷം അവൾ തൻ്റെ ക്രഷിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരു പോസ്റ്റിന് ലൈക്ക് ചെയ്യുന്നു. ഉടൻ തന്നെ ആ ആൺകുട്ടിയിൽ നിന്ന് അവൾക്കൊരു മെസ്സേജ് വന്നു. ഇതോടുകൂടി അവൾ ആകെ പരിഭ്രമിക്കുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിലെത്തുമ്പോൾ അവളുടെ PE യൂണിഫോം കാണാതാകുന്നു. പിന്നീട് അത് ആ റാഗിങ് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം തന്നെ മാലിന്യ കൂമ്പാരത്തിൽ എറിഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ആ ബുള്ളി ഗ്യാങ് ആ ഡ്രസ്സെല്ലാം മാലിന്യ കൂമ്പാരത്തിൽ ഇട്ടിരിക്കുകയാണ്. അത് അവൾക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അവൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ക്രഷായ നംഹൂൺ എന്ന വിദ്യാർത്ഥി അവൻ്റെ ഷർട്ട് അവൾക്ക് നൽകുന്നു. എന്നാൽ അവൾക്ക് പാൻറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് ആ ഷർട്ടും അവളുടെ സ്കേർട്ടും ഇട്ടുകൊണ്ട് അവൾ ജിം ക്ലാസ്സിന് ചെല്ലുന്നുണ്ട്. എന്നാൽ ശരിയായി വസ്ത്രം ധരിക്കാത്തതിന് അധ്യാപകൻ അവളെ ശകാരിക്കുന്നു. അതിനിടെയാണ് അവളെ ബുള്ളി ചെയ്യുന്ന ഗ്യാങ്ങിലെ ഹെഡായ ഹാരി അവൾക്ക് കൊടുത്ത ഷർട്ടിലെ നെയിം ടാഗ് കണ്ടത്. അത് നംഹൂണിൻ്റെതാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഹാരിക്ക് നമ്മുടെ മിൻസിയോട് ഭയങ്കര ദേഷ്യം വരുന്നു. അതിനുശേഷം മറ്റു കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഒരു തായ്ക്കൊണ്ട അധ്യാപകനെ കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അദ്ദേഹത്തിന് കിട്ടിയ ട്രോഫിയും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസും എല്ലാം ഈ രംഗത്തിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം കുട്ടികളോടൊപ്പം അവിടെ തായ്ക്കൊണ്ട പരിശീലനം നടത്തുന്നു. കുട്ടികളെ എല്ലാവരെയും ആ ക്ലാസ്സിൽ സജീവമായി നിലനിർത്താനും ഈ അധ്യാപകൻ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്ന സീൻ കുട്ടികളുമായിട്ടുള്ള പരിശീലനത്തിൽ കുട്ടികൾ ആ തായ്ക്കൊണ്ട അധ്യാപകനെ നന്നായിട്ടൊന്ന് ചവിട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് പാർക്ക് ജിൻചോൾ എന്ന ഒരു മുൻ സൈനികനെയാണ്. അദ്ദേഹം ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അത് ആൾക്കാർക്ക് അത്ര വിലയൊന്നും ഇല്ലാത്തതുപോലെയാണ് കാണിക്കുന്നത്. ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്നിട്ട് വാഹനങ്ങളെല്ലാം കടത്തിവിടുകയും സ്കൂളിലേക്ക് കുട്ടികളെയെല്ലാം സുരക്ഷിതമായി കടത്തിവിടുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം പാർക്ക് ജിൻചോൾ ഒരു റൂമിലേക്ക് കയറാൻ വരികയാണ്. അവിടെ നിന്ന് പുറത്ത് ആരെങ്കിലും തന്നെ നോക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചതിന് ശേഷം റൂം തുറന്ന് അദ്ദേഹം അകത്ത് കയറിയിട്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് കുറേ ഉപദേശങ്ങൾ നൽകുകയാണ്. ഇത് കാണുമ്പോൾ ഇയാൾ എന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്ന് വിചാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വീഡിയോ ഗെയിം കളിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ വലിയ ശബ്ദത്തോടെ അവിടെ ഇരുന്ന് വീഡിയോ ഗെയിം കളിക്കുകയാണ് പാർക്ക് ജിൻചോൾ. ആ ടൈമിലാണ് ആ തായ്ക്കൊണ്ട അധ്യാപകൻ അദ്ദേഹത്തെ കാണാനെത്തുന്നത്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. പക്ഷേ ആ തായ്ക്കൊണ്ട അധ്യാപകൻ പുറത്തുനിന്ന് കുറേ തവണ വിളിച്ചിട്ടും നമ്മുടെ പാർക്ക് ജിൻചോൾ എവിടെ കേൾക്കാൻ. വീഡിയോ ഗെയിമിൻ്റെ ഒച്ചത്തിൽ പുറത്തുനിന്ന് ആ അധ്യാപകൻ വിളിക്കുന്നത് ജിൻചോൾ കേൾക്കുന്നതേയില്ല. അവസാനം രണ്ടും കൽപ്പിച്ച് ആ തായ്ക്കൊണ്ട അധ്യാപകൻ ആ റൂം ചവിട്ടി തുറന്ന് അകത്ത് കയറി. പിന്നീട് ഇരുവരും തമാശയായി അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ തർക്കിച്ച ശേഷം അവരുടെ ഫ്രണ്ടായ നമ്മുടെ നായകനായ മിസ്റ്റർ കിമ്മിനെ കാണാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം തായ്ക്കൊണ്ട അധ്യാപകനും പാർക്ക് ജിൻചോളും നമ്മുടെ നായകനായ കിമ്മും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴാണ് പാർക്ക് ജിൻചോൾ അയാളുടെ യൂണിഫോം മാറ്റുന്നു. അപ്പോഴാണ് അതിനിടയിൽ ഐ ലവ് മൈ ഡോട്ടർ എന്നെഴുതിയ തൻ്റെ മകൾ ദാബിൻ്റെ ചിത്രം പതിച്ച ടീഷർട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് തൻ്റെ മകളെ താൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നു. ഈ ടൈമിൽ കിം അവർക്ക് പണം നിറച്ച കവറുകൾ നൽകി പോകാൻ ശ്രമിച്ചെങ്കിലും തായ്ക്കൊണ്ട അധ്യാപകൻ അദ്ദേഹത്തെ തടയുന്നു. ജീവിതം സ്വന്തം സന്തോഷത്തിനായി ജീവിക്കണമെന്ന് മിസ്റ്റർ കിമ്മിനോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. ഈ ടൈമിലാണ് മിസ്റ്റർ കിമ്മിനെ ആക്രമിച്ച ആ ഗുണ്ടകൾ അവിടേക്ക് എത്തുന്നത്. ഗുണ്ടകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറാനായിട്ട് തായ്ക്കൊണ്ട അധ്യാപകനും മിസ്റ്റർ കിമ്മും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജിൻചോളിനാകട്ടെ അവർ കാണിക്കുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ജിൻചോളിനെയും അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് തായ്ക്കൊണ്ട അധ്യാപകനും കിമ്മും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഗുണ്ടകൾ അടങ്ങുന്നില്ലേ. വെറുതെ പോയ ജിൻചോളിൻ്റെ പുറത്ത് കുറേ കുപ്പികളെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നു. അവസാനം ഒന്നും നോക്കാതെ ജിൻചോൾ അവരെ അടിച്ചു തകർക്കുന്നു. ഈ സംഘടനവുമെല്ലാം CCTVയിൽ പതിയുന്നു. ഒടുവിൽ പോലീസ് എത്തി ജിൻചോളിനെയും തായ്ക്കൊണ്ട അധ്യാപകനെയും ടേസ്റ്റർ ഉപയോഗിച്ച് കീഴടക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായകനായ ഈ അടിപിടിയിലൊന്നും ഉൾപ്പെടാതെ അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് നടക്കുന്നു. നെക്സ്റ്റ് ഡേ മിസ്റ്റർ കിം നോക്കുമ്പോൾ മിൻസിയുടെ അടുത്ത് നംഹൂൺ എന്ന നെയിം ടാഗുള്ള ഒരു ഷർട്ട് കാണുന്നുണ്ട്. ആ ടൈമിൽ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് എൻ്റെ മകൾക്കിനി ക്രഷ് വല്ലതും ഉണ്ടോ എന്ന്. പിന്നെ കാണിക്കുന്ന നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നംഹൂണിൻ്റെ ടീഷർട്ട് അവന് തിരികെ നൽകി അവനോട് നന്ദി സൂചകമായി ഒരു സ്ട്രോബെറി ജ്യൂസ് അവന് വാങ്ങിക്കൊടുക്കുന്നു. ഈ ടൈമിൽ നംഹൂൺ അവളോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈലിൽ കയറി നീ എനിക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ മിൻജി പറയുന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല എന്ന്. ആ ടൈമിൽ നംഹൂൺ ഒരു മെസ്സേജ് അയച്ചപ്പോൾ അവളുടെ ഫോണിലേക്ക് എത്തി. ആ ടൈമിൽ അവൾ അവനോട് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് അത് ലൈക്ക് ചെയ്തതെന്നെല്ലാം.
ഇരുവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട ആ ബുള്ളി ഗ്യാങ്ങിലെ ഹേരിക്ക് ഭയങ്കര അസൂയ തോന്നുകയാണ്. ഹേരി മിൻജിയെ മർദ്ദിക്കുകയും അമ്മയില്ലാത്ത കുട്ടിയെന്ന് അപമാനിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി മിൻജി തിരിച്ചടിക്കുന്നു. അങ്ങനെ അവിടെ വലിയൊരു അടി നടക്കുന്നു. അങ്ങനെ മിസ്റ്റർ കിമ്മിന് ഫോൺ കോൾ വരുന്നു സ്കൂളിൽ നിന്ന്. ഹേരിയുടെ അച്ഛനാകട്ടെ ജൂഹ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചെയർമാനാണ്. വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒരു പുനർവികസന പദ്ധതിയെക്കുറിച്ച് അസംബ്ലിമാൻ ഷിന്നിനൊപ്പം അദ്ദേഹം ചർച്ച ചെയ്യുന്ന സീനാണ് ഇനി കാണിക്കുന്നത്. ഈ സീൻ കാണിക്കുമ്പോൾ ഹേരിയുടെ അച്ഛനായ മിസ്റ്റർ ജൂവിൻ്റെ ശരീരത്തിൽ പഴയ മുറിവുകളും പൊള്ളലുകളും ധാരാളം കാണാം. തൻ്റെ വാക്ക് പാലിക്കാത്തവർക്ക് ഇതിനേക്കാൾ വലിയ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. സ്കൂളിൽ ഹേരിയുടെ അമ്മ മിസ്റ്റർ കിമ്മിനെ അപമാനിക്കുന്നു. പക്ഷേ മിൻജി ഇതിനെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും മിസ്റ്റർ കിം മകളോട് ഒന്നും പറയേണ്ട, മിണ്ടാതെ നിൽക്കാൻ പറയുന്നു. ഒടുവിൽ മകളുടെ പേരിൽ അദ്ദേഹം മുട്ടുകുത്തി മാപ്പ് ചോദിക്കുന്നു. മിസ്റ്റർ ജു മിൻജിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. അധ്യാപകർ അദ്ദേഹത്തിൻ്റെ ഔദാര്യം പ്രശംസിച്ചപ്പോൾ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ സ്കൂൾ തന്നെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. മിസ്റ്റർ കിമ്മിനെ കണ്ടപ്പോൾ ഹേരിയുടെ അച്ഛനായ ജൂയ്ക്ക് ഒരു ഡൗട്ട് തോന്നുന്നു. എന്നിട്ട് അദ്ദേഹം അവിടുത്തെ അധ്യാപകരോട് ചോദിക്കുന്നു, ആ കുട്ടിയുടെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അധ്യാപകർ പറയുന്നു, ഏതോ ഒരു ബാങ്കിലെ സാധാ ഒരു എംപ്ലോയി ആണെന്നെല്ലാം പറയുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അച്ഛൻ കിം ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് മിൻജി വളരെയധികം വിഷമത്തിലാണ്. മാത്രവുമല്ല ഇന്ന് താൻ വീട്ടിലേക്ക് വരുന്നില്ലെന്നും സുഹൃത്തായ ഹേരോങ്ങിൻ്റെ വീട്ടിൽ താമസിക്കുമെന്നും പറയുന്നു. എന്നെ ഫോൺ വിളിച്ചാൽ ഞാൻ അവിടെ നിന്നും ഓടിപ്പോകുമെന്ന് കിമ്മിനോട് മുന്നറിയിപ്പും നൽകുന്നു. മിസ്റ്റർ കിം അവളുടെ ജന്മദിനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ മരിച്ച ദിവസമായതിനാൽ ആ ദിവസം തനിക്ക് വെറുപ്പാണെന്നും അവൾ മറുപടി പറയുന്നു. മിസ്റ്റർ കിം ഭാര്യയുടെ സ്മാരകത്തിലെത്തി ക്ഷമ ചോദിക്കുന്നു. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ പറഞ്ഞ പൂക്കളെല്ലാം അവൾക്കായി സമർപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മിൻജി അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവൾക്കൊരു മെസ്സേജ് ലഭിക്കുന്നത്. അവളുടെ ക്രഷായ നംഹൂൺ സ്കൂളിൻ്റെ പിൻഗേറ്റിൽ കാണാൻ വിളിക്കുന്നു. എന്നാൽ അവൾ അപ്പോഴേക്കും എവിടെയോ ബോധരഹിതയായി കിടക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മിസ്റ്റർ കിം മകളെ വിളിച്ചെങ്കിലും മറുപടി ലഭിക്കുന്നില്ല. അവൾ പറഞ്ഞ ഭീഷണിയോർത്ത് അദ്ദേഹം കൂടുതൽ അന്വേഷിക്കാതെ ഉറങ്ങാൻ പോകുന്നു. പിറ്റേന്ന് രാവിലെയും മിൻജിയെ കണ്ടെത്താനാകുന്നില്ല. സുഹൃത്തിനെ വിളിച്ചപ്പോൾ അവൾ മിൻജിയെ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. അങ്ങനെ കിം അങ്ങനെ സ്കൂളിലേക്ക് ഓടിയെത്തുന്നു. അവിടെ എത്തി അവളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ചോദിക്കുന്നു. പക്ഷെ ആരും തന്നെ അവളെ കണ്ടിട്ടില്ല. ഈ ടൈമിലാണ് നംഹൂണിനെ മിസ്റ്റർ കിം കാണുന്നത്. നംഹൂൺ കൊടുത്ത കുറച്ച് സൂചന പ്രകാരം മിസ്റ്റർ കിം ഒരു നിർമ്മാണ സ്ഥലത്തേക്ക് എത്തി. അവിടെ കുറേ രക്തക്കറകൾ കണ്ടെത്തുന്നു. മാത്രവുമല്ല അവിടെ രക്തം തളം കെട്ടി നിൽക്കുന്നതും കാണുന്നു. ആ ടൈമിലാണ് ആ ബുള്ളി ഗ്യാങ് ഹേരിയുടെ ഹെയർ ടൈ അവിടെ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങുന്നു. ഹേരിയും ഒരു ഗുണ്ടയും അവിടേക്ക് എത്തുന്നു. എൻ്റെ മകളെക്കുറിച്ച് ഹേരിയോട് ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് എന്തോ ഭയപ്പെടുന്നത് പോലെ കിമ്മിന് തോന്നുന്നു. ആ ടൈമിലാണ് ഹേരിയുടെ കൂടെ വന്ന ആ ഗുണ്ട നമ്മുടെ കിമ്മിനെ അടിക്കാൻ ഓങ്ങുന്നത്. ആ ടൈമിൽ കിമ്മിൻ്റെ ഷർട്ട് വലിച്ചു കീറുമ്പോഴാണ് നമ്മളൊരു കാര്യം കാണുന്നത്. കിമ്മിൻ്റെ ശരീരത്തിൽ ധാരാളം മുറിവുകൾ വന്ന അടയാളങ്ങൾ. ഇത് കണ്ട് ഹാരി ഞെട്ടുന്നു. ഈ ടൈമിൽ ആ ഗുണ്ട കിമ്മിനെ വീണ്ടും ആക്രമിക്കാനായിട്ട് വരുന്നു. ആ ഗുണ്ടയെ കിം നന്നായിട്ട് പെരുമാറി തൻ്റെ മകൾ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫ്ലാഷ് ബാക്കാണ് പിന്നെ കാണിക്കുന്നത്. മിസ്റ്റർ കിം യഥാർത്ഥത്തിൽ കോഡ് നെയിം 66 എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഉത്തര കൊറിയൻ ഒളിവ് പ്രവർത്തകനായിരുന്നു. പിന്നീട് അദ്ദേഹം ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ചേർന്ന് പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. അവസാന രംഗത്തിൽ മകളെ കണ്ടെത്താനുള്ള ദേഷ്യത്തിലും നിരാശയിലും അദ്ദേഹം ആ ഗുണ്ടയെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.